ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് ഫിസിക്സ് എക്സാം എല്ലാവരും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഫിസിക്സ് എക്സാമിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമ്മുടെ എക്സാം 60 മാർക്കിലാണ്, 2 ഹവേഴ്സാണ് ടൈം ഉള്ളത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇറ്റ് വാസ് മച്ച് ബെറ്റർ ദാൻ കെമിസ്ട്രി ആൻഡ് മാത്സ്. കെമിസ്ട്രിയേക്കാളും മാത്സിനെക്കാട്ടിലും എത്രയോ ഈസി ആയിരുന്നു കേട്ടോ ഇന്നത്തെ എക്സാം. അപ്പം ആദ്യത്തെ പാർട്ടിൽ 5 ക്വസ്റ്റ്യനാണ് അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അത് അറ്റൻഡ് ചെയ്തിട്ടില്ല. സെക്കൻഡ് വൺ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് തെറ്റിയിട്ടുണ്ട് ആൻസർ. പിന്നെ പ്രശ്നമില്ല, ഞാൻ എക്സ്ട്രാ ആയിട്ട് എഴുതിയിട്ടുണ്ട്. എവിടെയെങ്കിലും ഒന്നോ രണ്ടോ തെറ്റും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഓപ്ഷനിലൊന്നും നോക്കാതെ മൊത്തത്തിൽ ആൻസർ നൽകിയിട്ടുണ്ട്. ഫോർത്ത് വണ്ണും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അതും ശരിയാണ്. 0 എന്നാണ് കറക്റ്റ് ആൻസർ. പല ആൾക്കാരും കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും കെമിസ്ട്രിയിലും മാത്സിലും വിചാരിച്ചത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഫിസിക്സും അതുപോലെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് പഠിക്കാത്തവരുണ്ടാവും. എൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് ഞാൻ 5th ക്വസ്റ്റ്യൻ്റെ ആൻസർ കറക്റ്റ് ആൻസറാണ്, ഡി ആണ് കറക്റ്റ് ആൻസർ. 6th കറക്റ്റ് ആൻസറാണ്. 7th ഞാൻ ഡി ആയിരുന്നു എഴുതിയത്, പക്ഷേ കറക്റ്റ് ആൻസർ ബി എന്നാണ് തോന്നുന്നു. നെക്സ്റ്റ് പാർട്ടിൽ 5 ക്വസ്റ്റ്യന് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഈ ആദ്യത്തെ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട്, കാരണം അതൊക്കെ ഈസിയുള്ള ക്വസ്റ്റ്യൻ അല്ലേ. അതുകൊണ്ട് ഞാൻ 5 എണ്ണത്തിൽ ഒരു ക്വസ്റ്റ്യൻ എഴുതി. പിന്നെ 9th വൺ എഴുതിയിട്ടുണ്ട് കേട്ടോ, അത് അവസാനം എഴുതിയോണ്ട് തന്നെ ടിക്ക് ചെയ്യാൻ മറന്നു പോയതാണ്. പിന്നെ 10th വണ്ണും അതേപോലെ എഴുതിയിട്ടുണ്ട്. 11th ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. 12th അതെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് 13, 14 എനിക്ക് ആ ഒരു ടോപ്പിക്ക് കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. ഒന്ന് വെച്ചാൽ നമുക്ക് തെർമോഡൈനാമിക്സ് ചാപ്റ്റർ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ തെർമൽ പ്രോപ്പർട്ടീസ് ആ ചാപ്റ്റർ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആവാനാണ് ചാൻസ്. പിന്നെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് നമുക്ക് പകുതി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, ബെർണോളിസ് പ്രിൻസിപ്പിൾ വരെ. സംഭവം ബെർണോളിസ് പ്രിൻസിപ്പിളൊക്കെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിചാരിച്ചിട്ട് നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നെ ഏറ്റവും കൂടുതൽ കുഴപ്പിച്ചൊരു സെക്ഷനാണ് ഇത്. ഇവിടെ ഞാൻ ആകെപ്പാടെ 4 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബാക്കി 2 ക്വസ്റ്റ്യനും സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം 15ാമത്തെ ക്വസ്റ്റ്യനും 16ാമത്തെ ക്വസ്റ്റ്യനും 17ാമത്തെ ക്വസ്റ്റ്യനുമാണ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. 18ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അവിടെ എത്തിയപ്പോൾ ഒന്നും എഴുതാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ ഞാനത് സ്കിപ്പ് ചെയ്തു. പിന്നെ വന്നിട്ട് അവസാനം ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കാൻ ഒരുങ്ങുമ്പോഴാണ് 21ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തെങ്കിലും ഒന്ന് എഴുതി വയ്ക്കാൻ വിചാരിച്ചത്. അങ്ങനെ എഴുതി വന്ന അവസാനം ആൻസറിൽ എത്തിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. പിന്നെ നെക്സ്റ്റ് പാർട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. 22ാമത്തെ ക്വസ്റ്റ്യന് അതിൽ ബി കുറച്ച് കുഴപ്പിച്ചു. പിന്നെ ഞാൻ 23ഉം 24ഉമാണ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം അവസാനം എഴുതിയതുകൊണ്ടാണ് ടിക്ക് ചെയ്യാൻ വിട്ടുപോയത്. എന്തായാലും എന്നെ കുഴപ്പിച്ച സെക്ഷന് 6 എണ്ണം അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നല്ലോ, അതാണ് കേട്ടോ എന്നെ ഭയങ്കര ഒരു കുഴപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കിയൊക്കെ ഏകദേശം പ്രശ്നമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗമായിരുന്നു ഈ ഒരു ഭാഗം, അവസാനത്തെ ഈ ഒരു 5 മാർക്കിൻ്റെ ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇതിലുള്ള എല്ലാ ആൻസറും എനിക്കറിയായിരുന്നു കേട്ടോ. പിന്നെ ടൈം തികയാത്തതുകൊണ്ടാണ് ഞാൻ 4 എണ്ണവും എഴുതി വയ്ക്കാത്തത്. ബാക്കി 3 എണ്ണവും, ഇതിൽ 3 എണ്ണത്തിനാണ് ആൻസർ ചെയ്യാനുണ്ടായിരുന്നത്, അതുകൊണ്ട് 3 എണ്ണം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഫിസിക്സിനെ പറ്റി എൻ്റെ അഭിപ്രായം ഇതൊക്കെ തന്നെയാണ്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നാളെ ബോട്ടണി പ്ലസ് സുവോളജി 2 എക്സാം ഉണ്ട്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ.